Good day everyone. Today we are going to discuss about DNA replication. നമുക്കറിയാം മോളിക്കുലർ ബയോളജിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് DNA replication. അപ്പൊ നമ്മൾ ആദ്യമേ നോക്കാൻ പോകുന്നത് അല്ലെ DNA സ്ട്രക്ചർ നമുക്ക് ചെറുതായിട്ടൊന്ന് അറിയണം. റെപ്ലിക്കേഷൻ എത്തുന്നതിന് മുമ്പ് നമുക്ക് സ്ട്രക്ചർ അറിയണം അല്ലെ. DNA എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് ഡബിൾ ഹെലിക്സ് ആണ് അല്ലെ. രണ്ട് സ്ട്രാൻഡ് ഉണ്ട്, സ്ട്രാൻഡ് 1 ആൻഡ് സ്ട്രാൻഡ് 2. അപ്പൊ നമ്മൾ ഇതിനെ ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ വീണ്ടും ചെറുതാക്കുകയാണ്. രണ്ട് സ്ട്രാൻഡുകളെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നു, രണ്ട് സെപ്പറേറ്റ് സ്ട്രാൻഡ്. വൺ സ്ട്രാൻഡ് ഈസ് വൺ പോളിന്യൂക്ലിയോടൈഡ് അല്ലെ ചെയിൻ, അനദർ വൺ ഇത് സെക്കൻഡ് പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ഇതിനെ പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ എന്ന് വിളിക്കുന്നത് അല്ലെ? ബിക്കോസ് എങ്ങനെയാണ് ഒരു മുത്തുമാല ഉണ്ടാക്കിയിരിക്കുന്നത്? കണ്ടോ, ഇത് മുത്തുകൾ കോർത്തിട്ടാണ് അല്ലെ. എന്ത് വെച്ചിട്ടാണ് മുത്തുകൾ കോർത്തേക്കുന്നത്? പോളി ഡൈ എസ്റ്റർ ബോണ്ട്. കണ്ടോ, അപ്പൊ ഇതാണ് പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ മുത്തുമാലയിലെ മുത്തിന് പകരം ഇവിടെയുള്ളത് എന്താണ്? ന്യൂക്ലിയോടൈഡുകളാണ്, ന്യൂക്ലിയോടൈഡുകളാണ്. അപ്പൊ ന്യൂക്ലിയോടൈഡ് ആകുന്ന മുത്തുകൾ ഫോസ്ഫോഡൈഎസ്റ്റർ ആകുന്ന ആ നൂലിനാൽ ബന്ധിച്ചുകൊണ്ടാണ് ഒരു പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്. കണ്ടോ, അപ്പൊ ഇവിടെ എന്തൊക്കെയുണ്ട്? ന്യൂക്ലിയോടൈഡുകൾ ഇതുപോലെ ഫോസ്ഫോഡൈഎസ്റ്റർ ബന്ധത്താൽ ഇങ്ങനെ ലിങ്ക് ചെയ്ത് വച്ചിരിക്കുന്നു. ഇതാണ് ഒരു പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ. അപ്പൊ നമ്മളിപ്പോ എവിടെ എത്തി? ഡബിൾ സ്ട്രാൻഡ് DNA സിംഗിൾ ആക്കി അതിൽ ഓരോ സ്ട്രാൻഡും പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ ആണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ പോളിന്യൂക്ലിയോടൈഡ് എന്ന് പറയാൻ കാരണം പോളി എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ അല്ലെ, പോളി ധാരാളം, ന്യൂക്ലിയോടൈഡ്. അപ്പൊ ന്യൂക്ലിയോടൈഡുകൾ ഒന്നിലധികം അല്ലെങ്കിൽ ധാരാളം ചേർന്നിട്ടാണ് പോളിന്യൂക്ലിയോടൈഡ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ എന്താണ് ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്? ഇതിൽ ഓരോ മുത്തും അല്ലെ, നമ്മളിപ്പോ പറഞ്ഞ മുത്തുമാലയുടെ കൺസെപ്റ്റ് ആണെങ്കിൽ ഓരോ മുത്തുകളും ന്യൂക്ലിയോടൈഡുകളാണ്. എന്താണ് ഈ ന്യൂക്ലിയോടൈഡുകൾ എന്ന് പറഞ്ഞാല്? ന്യൂക്ലിയോടൈഡുകൾ അല്ലെ, ഒരു മുത്തുമാലയിലെ ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്ക് എന്താണ്? മുത്തുകളാണ്. അതുപോലെ DNA ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് ന്യൂക്ലിയോടൈഡുകളാണ്. അപ്പൊ എന്താണ് ന്യൂക്ലിയോടൈഡുകൾ? ന്യൂക്ലിയോടൈഡുകളിൽ 3 സാധനങ്ങൾ ചേർന്നാണ്. ഒരു ഷുഗർ ഉണ്ടാകും. ഫസ്റ്റ് എന്തുണ്ടാവും? ഒരു ഷുഗർ ഉണ്ടാവും. സെക്കൻഡ് എന്തുണ്ടാവും? ഒരു നൈട്രജൻ ബേസ് ഉണ്ടാവും. ഇപ്പൊ ഇത് ന്യൂക്ലിയോസൈഡ് ആയിട്ട് മാറി. കണ്ടോ, ന്യൂക്ലിയോസൈഡ്. ഇതിന്റെ കൂടെ ഇപ്പൊ ഞാൻ എന്താ പറഞ്ഞ? ഷുഗറും നൈട്രജൻ ബേസും. ഇത് ന്യൂക്ലിയോസൈഡ് ആയിട്ട് മാറി. ഇതിലേക്ക് ഒരു ഫോസ്ഫേറ്റും കൂടെ വന്നാൽ അത് എന്തായിട്ട് മാറും? ന്യൂക്ലിയോടൈഡ് ആയിട്ട് മാറും. മനസ്സിലായോ പറഞ്ഞത്? അപ്പോ ന്യൂക്ലിയോസൈഡ് ആക്കണം ആദ്യമേ, അതിന് ഷുഗറും അതുപോലെ നൈട്രജൻ ബേസ് എന്ന് പറയുന്ന അല്ലെ ഒരാളും കൂടെ വരണം. ഇത് ഇപ്പോ ന്യൂക്ലിയോസൈഡ് ആയിട്ട് മാറി. ഇതിന്റെ കൂടെ ഫോസ്ഫേറ്റും കൂടെ ചേർന്നാൽ ന്യൂക്ലിയോടൈഡ് ആയിട്ട് മാറി. അപ്പൊ ന്യൂക്ലിയോടൈഡിൽ ആരൊക്കെയുണ്ട്? ഷുഗർ, നൈട്രജൻ ബേസ്, ഫോസ്ഫേറ്റ് അല്ലെ. ഈ 3 ആളുകളും കൂടെ ചേർന്നതാണ് ഒരു ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. ഈ ന്യൂക്ലിയോടൈഡുകൾ തമ്മിൽ ഫോസ്ഫോഡൈഎസ്റ്റർ ലിങ്കേജ് വെച്ചിട്ടാണ് DNA ഉണ്ടാകുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ? നോട്ട് അവിടെ ഉണ്ട്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. DNA ഡബിൾ ഹെലിക്സ് ആണ് ഈ കാണിച്ചേക്കുന്നത്. ഇവിടെ ഈ ഗ്രേ കളറിൽ കാണിച്ചേക്കുന്നത് കണ്ടോ, ഇതാണ് സ്ട്രാൻഡ്. കണ്ടോ, സ്ട്രാൻഡ് 1, സ്ട്രാൻഡ് 2. അതായത് പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ 1ഉം 2ഉം. ഇതെങ്ങനെയാ ഉണ്ടാക്കിയിരിക്കുന്നത്? ഓരോന്നിനും കണ്ടോ ന്യൂക്ലിയോടൈഡുകളുണ്ട്. ഈ ന്യൂക്ലിയോടൈഡുകളെ എന്ത് ബന്ധനമാണ്? ഫോസ്ഫോഡൈഎസ്റ്റർ ലിങ്കേജ് ആണ്. ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ തൽക്കാലം മനസ്സിലാക്കിയാൽ മതി. കാരണം ഇത് DNA ക്ലാസ് അല്ല, റെപ്ലിക്കേഷന്റെ ക്ലാസ് ആണ്. ഇത് നിങ്ങൾക്ക് ബേസിക്സ് ആണ്. റെപ്ലിക്കേഷൻ മനസ്സിലാകാൻ വേണ്ട ബേസിക്സ് ആണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കേ. ന്യൂക്ലിയോടൈഡ് ഞാൻ പറഞ്ഞല്ലോ, ഷുഗർ വേണം, ഫോസ്ഫേറ്റ് വേണം, ബേസ് വേണം. കണ്ടോ, ഇനി ഈ ഇവിടുത്തെ ഷുഗർ ഇപ്പൊ RNA ഉണ്ട് ഇതുപോലെ തന്നെ അല്ലെ. RNA എന്ന് പറയുന്ന വേറെ ഒരു മോളിക്യൂൾ ഉണ്ട്. RNAയുടെ കേസിലും ഇത് സെയിം ആണ്, മുത്തുമാല പോലെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അവിടെയും ന്യൂക്ലിയോടൈഡ് ഉണ്ട്, അവിടെയും ഷുഗർ ഉണ്ട്, നൈട്രജൻ ബേസുകളുണ്ട്, ഫോസ്ഫേറ്റ് ഉണ്ട്. പറഞ്ഞു മനസ്സിലായോ? RNA എന്ന് പറയുന്നത് വേറൊരു സ്ട്രക്ചർ ആണ്, ഇതേപോലത്തെ തന്നെ. ഓക്കെ, അപ്പൊ അവിടുത്തെ കേസിൽ ഷുഗർ ആണ് റൈബോസ് ഷുഗർ. ഓക്കെ, അപ്പൊ ഇവിടെ ഷുഗർ എന്ന് പറയുന്നത് ഒരു 5 കാർബൺ ഉള്ള ഒരു സ്ട്രക്ചർ ആണ്. കണ്ടോ, 5 കാർബൺ റിംഗ് ആയിട്ടുള്ള
സ്ട്രക്ചർ ആണ്. കാർബൺ നമ്പർ 1, കാർബൺ നമ്പർ 2, കാർബൺ നമ്പർ 3, 4, then CH2ന്റെ 5, അങ്ങനെ 5 കാർബൺ. ഇതിൽ നമുക്കറിയാം ഓഫ് കോഴ്സ് 3 പ്രൈമിൽ OH വരണം അല്ലെ. ദെൻ സെക്കൻഡ് കാർബണില് OH വന്നു കഴിഞ്ഞാൽ ഇതാണ് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കണ്ടോ, സെക്കൻഡ് കാർബണിൽ OH ഉണ്ടോ എന്ന് നോക്കുക. അപ്പൊ ഇതെന്ത് ഷുഗർ ആയിരിക്കും? ദിസ് ഇസ് കോൾഡ് റൈബോസ് ഷുഗർ. റൈബോസ് ഷുഗർ. ഇത് എവിടുത്തെയാണ് റൈബോസ് ഷുഗർ? RNAയിലെ ന്യൂക്ലിയോടൈഡിലെ ഷുഗർ ആണ് റൈബോസ് ഷുഗർ. ക്ലിയർ? RNAയിലെ ന്യൂക്ലിയോടൈഡിലെ ഷുഗർ ആണ് റൈബോസ് ഷുഗർ. നമുക്ക് DNA ഷുഗറിലേക്ക് വരാം. ഈ കാണിച്ചിരിക്കുന്നത് DNA ആണ്. DNA ഷുഗർ കണ്ടോ, ഞാൻ വരച്ച പോലെ ഇവിടെ 5 കാർബൺ ഉണ്ട്. 1 2 3 4 5. ഇവിടെ സെക്കൻഡ് കാർബൺ നോക്കിക്കേ, ഇവിടെ O ഉണ്ടോ? ഇല്ല. ഓക്സിജൻ ഈസ് റിമൂവ്ഡ്. ഓക്സിജൻ ഈസ് റിമൂവ്ഡ് അല്ലെ, ഓക്സിജൻ പോയി. ഇവിടെ എന്തില്ല? ഓക്സിജൻ ഇല്ല. അപ്പൊ നമുക്ക് എങ്ങനെ വിളിക്കാം? ഓക്സിജൻ പോയി, റിമൂവ്ഡ്, ഡിഓക്സി. ഡിഓക്സി കണ്ടോ, ഡിഓക്സി റൈബോസ്. റൈബോസ് എന്ന് പറയുമ്പോ ഇവിടെ O ഉണ്ട്. ഡിഓക്സിയിൽ ഇവിടെ എന്തില്ല? O ഇല്ല. അപ്പൊ ഡിഓക്സി റൈബോസ്. അപ്പൊ DNA ഷുഗറിന്റെ പേര് ഡിഓക്സി റൈബോസ്. ഡിഓക്സി റൈബോസ്. RNA ഷുഗറിന്റെ പേര് ഈസ് റൈബോസ്. ഇമ്പോർട്ടന്റ് ആണ്, മറക്കരുത്. അപ്പൊ നോക്കിക്കേ, ഇതേ ഷുഗറിന്റെ ഫസ്റ്റ് കണ്ടോ, ഒന്നാമത്തെ കാർബൺ, ഈ ഒന്നാമത്തെ ആ പൊസിഷനിലേക്കാണ് നമ്മൾ ഈ നൈട്രജൻ ബേസ് ആണ്. നൈട്രജൻ ബേസിനെ അറ്റാച്ച് ചെയ്യുന്നു. കണ്ടോ, നൈട്രജൻ ബേസിനെ അറ്റാച്ച് ചെയ്യുന്നു. ഇനി ഇതിന്റെ ഫിഫ്ത് കാർബൺ ആണ് ഇത്. ഇതിലേക്ക് ഫോസ്ഫേറ്റിനെ അറ്റാച്ച് ചെയ്യുന്നു. സംഭവം മനസ്സിലായോ? അപ്പൊ ഒന്നാമത്തെ കാർബണിലേക്ക് നൈട്രജൻ ബേസും ഫിഫ്തിലേക്ക് ഫോസ്ഫേറ്റും ജോയിൻ ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ അല്ലെ? ഇതാണ് ന്യൂക്ലിയോടൈഡിന്റെ സ്ട്രക്ചർ. ഇനി ഇവിടുന്ന് ചോദിക്കാവുന്ന ഒരു PYQ ആണ്, ബോണ്ടുകൾ ചോദിക്കാം. ഇത് നൈട്രജൻ ബേസ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. നൈട്രജൻ ബേസ് ജോയിൻഡ് ഓൺ ടു ദ ഫസ്റ്റ് കാർബൺ അല്ലെ. അപ്പം ഈ ഒരു ബോണ്ടിനെ ഷുഗറിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്ന ഈ ഒരു ബോണ്ടാണ് ഗ്ലൈക്കോസൈഡിക് ബോണ്ട്. നൈട്രജൻ ബേസിനെ ഷുഗറിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്ന ബോണ്ടിനെ വിളിക്കുന്ന പേരാണ് ഗ്ലൈക്കോസൈഡിക് ബോണ്ട്. ഗ്ലൈക്കോസൈഡിക് ബോണ്ട്. ഇനി ഫോസ്ഫേറ്റുകൾ തമ്മിൽ കണ്ടോ, അതായത് ഇവിടെ ഇതിപ്പോ ഒരു ADP ആയിട്ട് എടുക്കാം. കാരണം 2 ഫോസ്ഫേറ്റ് ഉണ്ട് ഇവിടെ. കണ്ടോ, CH2 ചേർത്തിട്ട് ഇവിടെ 2 ഫോസ്ഫേറ്റ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ ATP നമ്മൾ പറയുവാണെങ്കിലോ ഇവിടെ 3 ഫോസ്ഫേറ്റ് വരും അല്ലെ. അപ്പൊ ഇത്തരത്തില് ഇപ്പൊ ATPയില് ഈ ഫോസ്ഫേറ്റും തമ്മിലുള്ള ഇതാണ് ഫോസ്ഫോ അൺഹൈഡ്രേറ്റ് ലിങ്കേജ്. ഇനി ഫോസ്ഫേറ്റ് ഷുഗറുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഈ ലിങ്കേജ് ഉണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫോസ്ഫോ എസ്റ്റർ ലിങ്കേജ് എന്ന് വിളിക്കുക. ഇതൊക്കെ പഠിച്ചോണം, ഇമ്പോർട്ടന്റ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോട്ടിലുണ്ട്. നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളല്ല, ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നോട്ടിലുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കുക. ഓക്കെ. അപ്പൊ നമ്മൾ DNA സ്ട്രക്ചർ കണ്ടു. ആ സ്ട്രക്ചറില് ഗ്രേ കളർ അല്ലെ, നമ്മൾ സ്ട്രാൻഡ് ആയിട്ട് പറഞ്ഞു. ഗ്രേ കളറിൽ നമ്മൾ ഇങ്ങനെ ഇതിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് എന്താണ്? ഗ്രേ കളറിൽ നമ്മൾ കണ്ടു. അതേ ഫിഗറിലേക്ക് നോക്കിക്കേ, ഗ്രേ കളറിൽ കാണിച്ചേക്കുന്ന എന്താണ്? ബാക്ക് ബോൺ ആണ് അല്ലെ. അതേ സംഭവമാണ് ഇവിടെ അതിന്റെ മോളിക്കുലർ സ്ട്രക്ചർ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ എന്തൊക്കെയാ വരുന്നത്? PYQ വെരി ഇമ്പോർട്ടന്റ്. കണ്ടോ, അവിടെ എന്തൊക്കെ വരും? ഈ ഗ്രേ കളറിൽ എന്തൊക്കെ വരും നോക്കിക്കേ. അവിടെ ഷുഗറും വരും, ഫോസ്ഫേറ്റും വരും. കണ്ടോ, ഷുഗറും വരും, ഫോസ്ഫേറ്റും വരും. ഫോസ്ഫേറ്റ് ഷുഗർ ഇതാണ് ആ ബാക്ക് ബോണിൽ വരുന്നത്. കണ്ടോ, ബാക്ക് ബോണിൽ വരുന്നത് ആരൊക്കെയാണ്? ഷുഗറും ഫോസ്ഫേറ്റും വരും. ഓക്കെ. നടുക്കോട്ട് നിൽക്കുന്ന ആരാ? ആ സെയിം ഫിഗർ നോക്കുക. നടുക്കോട്ട് ഈ കളറിൽ കാണിച്ചേക്കുന്ന ആരായിരിക്കും? ദാറ്റ് ഈസ് നൈട്രജൻ ബേസ്. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ സ്ട്രാൻഡും രണ്ടാമത്തെ സ്ട്രാൻഡും, ഈ സ്ട്രാൻഡിൽ കാണുന്നത് ഫോസ്ഫേറ്റ് ഷുഗർ, ഇവിടെയും ഫോസ്ഫേറ്റ് ഷുഗർ. ഇവര് തമ്മിലുള്ള കണ്ടോ, ഇവര് നടുക്കായിരുന്നു നിൽക്കും, നൈട്രജൻ ബേസുകൾ നിൽക്കും. ഇവര് തമ്മിൽ എന്തുണ്ട്? ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. ഇപ്പൊ DNA നൈട്രജൻ ബേസുകളാണ് അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഓക്കെ. ഇപ്പൊ നൈട്രജൻ ബേസ് ആയിട്ടുള്ള അഡിനിൻ ആണ് ഇവിടെ വരുന്നതെങ്കിൽ ഓപ്പോസിറ്റ് തൈമിൻ വരും. അവർ തമ്മിൽ ഡബിൾ സ്ട്രാൻഡ് വരും. ഇവിടെ ഗ്വാനിൻ ആണെങ്കിൽ ഇപ്പുറത്തെ സൈറ്റോസിൻ വരണം അല്ലെ. അപ്പൊ അവിടെ എത്ര ബോണ്ട് വരും? 3 ഹൈഡ്രജൻ ബോണ്ട് വരും. അപ്പൊ നൈട്രജൻ ബേസുകൾ മനസ്സിലായി. ക്ലിയർ ആണോ? അപ്പൊ നടുക്കോട്ട് നിൽക്കുന്ന ആരാണ്? ദാറ്റ് ഈസ് നൈട്രജൻ ബേസ്.
ബാക്ക് ബോണിലുള്ളത് ഷുഗറും ഫോസ്ഫേറ്റും ആണ്. കണ്ടോ, നടുക്കോട്ട് നിൽക്കുന്ന അഡിനിൻ. അപ്പൊ ഇപ്പുറത്തെ സ്ട്രാൻഡിൽ ആര് വരും? തൈമിൻ വരും 2. ഇവിടെയാണെങ്കിലോ ഇവിടെ ഗ്വാനിൻ വരും 3 ഹൈഡ്രജൻ ബോണ്ട്. ഇവിടെ ഗ്വാനിൻ, ഇവിടെ സൈറ്റോസിൻ വരും 3 ഹൈഡ്രജൻ ബോണ്ട്. ഇവിടെ തൈമിൻ, ഇവിടെ അഡിനിൻ വരും 2. ക്ലിയർ ആണോ? സംഭവം മനസ്സിലായോ? ഇനി ഇത് ബേസിക്സ് ആണ്. ഞാനിത് കുറച്ച് ഓടിച്ചു വിട്ടതിന്റെ കാര്യം നമ്മൾ ഇത് കഴിഞ്ഞ ക്ലാസ്സിലും ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ പോകുന്നതാണ് നമ്മുടെ ടോപ്പിക്കിലേക്ക്. ഇതൊരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് അല്ലെ. ഇതിന് നമ്മൾ ന്യൂക്ലിയോടൈഡ്സിലൊക്കെ ഇത് വീണ്ടും പഠിക്കും. അപ്പൊ ഇത് ബേസിക് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. അതുപോലെ ക്വസ്റ്റ്യൻസും ഇവിടെ നിന്ന് ചോദിക്കാം. നമ്മൾ പോകുന്നതാണ് ആക്ച്വൽ DNA റെപ്ലിക്കേഷൻ. DNA റെപ്ലിക്കേഷൻ ഇവിടെ അതാണ് നമ്മുടെ ആക്ച്വൽ ടോപ്പിക്. അപ്പൊ ഇവിടെ റെപ്ലിക്കേഷനില് നമുക്കറിയാം 2 സ്ട്രാൻഡ് ഇങ്ങനെ അല്ലെ ഹെലിക്സ് ആയിട്ട് ഇരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? പറ്റില്ല. നമുക്ക് ഈ സ്ട്രാൻഡിൽ നിന്ന് പുതിയ DNA ഉണ്ടാക്കി എടുക്കണം. അപ്പൊ അങ്ങനെ പുതിയ DNA ഉണ്ടാക്കിയെടുക്കാൻ എൻസൈമുകൾ വേണം അല്ലെ. ഇത് ഉണ്ടാക്കുന്ന ആൾക്കാർ വരണം. ആ എൻസൈമാണ് പോളിമറൈസ് എൻസൈം. പോളിമറൈസ് എൻസൈം ഇവരിങ്ങനെ കൂടിയിരുന്നാല് പോളിമറൈസിന് വന്ന് ഇവരുടെ കോപ്പി എടുക്കാൻ പറ്റുമോ? ഇല്ല. ഉദാഹരണം, നമ്മളിപ്പോ ഒരു ബുക്ക് അല്ലെ, ഒരു സ്പൈറൽ ബൈൻഡ് ചെയ്ത ഒരു ബുക്ക് നമ്മൾ ഫോട്ടോസെറ്റ് എടുക്കാൻ പോവാ. നമുക്ക് ഫോട്ടോസെറ്റ് എടുക്കണമെങ്കിൽ എന്ത് വേണം? ആ സ്പൈറൽ അഴിക്കണം അല്ലെ, സ്പിൻ അഴിക്കണം, വേണ്ടേ? എന്തിനാണ്? എപ്പോഴാണ് ആക്സസ് കിട്ടുക? അതേ പ്രിൻസിപ്പിൾ ആണ് ഇവിടെ. DNA ഡബിൾ സ്റ്റാൻഡേർഡ് ഹെലിക്സ് ഒക്കെ ആയിട്ട് ഇരുന്നാല് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പോളിമറൈസ് എന്ന റെപ്ലിക്കേറ്റിംഗ് എൻസൈമിന് അവിടെ ആക്സസിബിൾ ആവില്ല. അപ്പൊ നമ്മൾ ഈ കെട്ട് അഴിക്കണം. കണ്ടോ, ഈ കെട്ടിനെ അഴിച്ചു വിടണം. കണ്ടോ, ഈ കോംപ്ലിമെന്ററി സ്റ്റാൻഡുകളെ അഴിച്ചു വിടണം. അപ്പൊ അതിന് വേണ്ട എൻസൈമാണ് ആദ്യത്തെ ആള് ഹെലിക്കേസ് എൻസൈം. നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ നേരെ റെപ്ലിക്കേഷൻ പറയാനല്ല പോകുന്നത്. നമ്മൾ പറയാൻ പോകുന്നത്, നമ്മളൊരു റെസിപ്പി ഉണ്ടാക്കുമ്പോൾ എന്താ ആദ്യം ചെയ്യുക? എന്തൊക്കെ ആവശ്യമുണ്ട് അത് എടുത്തു വെക്കും. അതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ട് അതിനെ എടുത്തു വെക്കുവാണ് ആദ്യം ചെയ്യുന്നത്. ആഫ്റ്റർ ദാറ്റ് വി വിൽ ഡിസ്കസ് അബൌട്ട് റെപ്ലിക്കേഷൻ. അപ്പൊ ആദ്യം നമുക്ക് DNA സ്ട്രാൻഡ് സെപ്പറേറ്റ് ചെയ്യണം. എങ്കിലേ പോളിമറൈസിന് പോയിട്ട് ഇത് വായിച്ച് കോപ്പി എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ആദ്യം വേണം ഹെലിക്കേസ് വേണം അല്ലെ, ഹെലിക്കേസ് വേണം. ഇനി ഈ സ്ട്രാൻഡുകൾ എന്തായിട്ട് ആക്ട് ചെയ്യും? ഹെലിക്കേസ് സിബ് ഓപ്പൺ ചെയ്യില്ലേ? സിബാണ് അവിടെ ഹെലിക്കേസ് ആയിട്ട് വിചാരിക്കുക. സിബ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ 2 സ്ട്രാൻഡും സെപ്പറേറ്റ് ആവും. സെയിം പ്രിൻസിപ്പിൾ ആണ് ഇവിടെ. അപ്പൊ ഹെലിക്കേസ് വന്നു, 2 സ്ട്രാൻഡിനെ സെപ്പറേറ്റ് ചെയ്തു. ഈ സ്ട്രാൻഡ് ഇവിടെ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ആയിട്ട് ആക്ട് ചെയ്യും, അല്ലെങ്കിൽ പാരന്റ് സ്ട്രാൻഡ് ആയിട്ട് ആക്ട് ചെയ്യും. രണ്ടുപേരും ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ആയിട്ട് ആക്ട് ചെയ്യും. എന്നിട്ട് രണ്ടുപേരുടെയും ഓരോ കോപ്പീസ് ഉണ്ടാവും. ഇതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആ DNA ഡയറക്ഷൻ എന്ന് പറയാം. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സ്ട്രാൻഡ്. അതായത് നമ്മളിപ്പോ കണ്ട DNA ഒരു പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ. സപ്പോസ് ഇതിന്റെ ഡയറക്ഷൻ 3' 5' ആണെന്ന് വിചാരിക്കുക. സ്ട്രാൻഡ് എന്തായിരിക്കും? ബിക്കോസ് DNA ഈസ് ആന്റി അല്ലെ, പൊളാരിറ്റി ഓപ്പോസിറ്റ് ആണ്, ആന്റി പാരലൽ ആണ്. ഇതാണെങ്കിലോ 5' 3' ആയിരിക്കും. എന്താണ് ഈ 3' 5' എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മളിപ്പോ സ്ട്രക്ചർ വരച്ചപ്പോ, ഡിയോക്സിറൈബോസിന്റെ സ്ട്രക്ചർ ഇപ്പൊ വരച്ചപ്പോ നമ്മൾ എന്ത് പറഞ്ഞു? കാർബൺ നമ്പർ 1, കാർബൺ നമ്പർ 2, 3 അല്ലെ, ആൻഡ് CH2. ഈ 5 അല്ലെ, 5ൽ എന്തുണ്ട്? ഫോസ്ഫേറ്റ് ഉണ്ട്. ഈ 3' അല്ലേ, ഇവിടെ ഒരു OH ഉണ്ടെന്ന് പറഞ്ഞു. ഈ 3 ആണ് ഇത്. കണ്ടോ, ഈ 3 ആണ് ഇവിടെ വരിക. എന്താണ് 5 എന്താണ്? 5'. ഇതാണ് 5'ല് ഫോസ്ഫേറ്റ്. കണ്ടോ, ഇവിടെയോ സെയിം. ദിസ് 5' ഈസ് ഹിയർ, ഓപ്പോസിറ്റ് ആയിരിക്കുമല്ലോ. ആൻഡ് ഇവിടെ 3'ൽ എന്താ ഉള്ളത്? OH. ആ ന്യൂക്ലിയോടൈഡിന്റെ ഷുഗറിന്റെ 3'ഉം 5'ഉം ആ പറയുന്നത് കേട്ടോ, 3'. അപ്പൊ ഒരെണ്ണം അറിയാമെങ്കിൽ ഓപ്പോസിറ്റ് എന്തായിരിക്കും? നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അടുത്ത സ്ട്രാൻഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോ ഇനി നോക്കേണ്ടത് DNA പോളിമറൈസിന്റെ ഡയറക്ഷൻ എന്താണ്? DNA പോളിമറൈസ് ആരാണ്? DNA പോളിമറൈസ് ആണ് റെപ്ലിക്കേഷൻ നടത്തുന്ന രാസാഗ്നി അഥവാ എൻസൈം. DNA റെപ്ലിക്കേഷൻ നടത്തുന്ന എൻസൈമിനെ വിളിക്കുന്ന പേരാണ് DNA പോളിമറൈസ് എൻസൈം. ഇവിടെ ഈ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ഈസ് സ്കാൻഡ്. അതായത് ഇതാണ് ടെംപ്ലേറ്റ്. നമ്മള് DNA 2 സ്ട്രാൻഡ് ആക്കി മാറ്റി. അപ്പൊ അതില് ഇത് ടെംപ്ലേറ്റ് സ്ട്രാൻഡ് അല്ലെ, ഇത് ടെംപ്ലേറ്റ് സ്ട്രാൻഡ് അല്ലെങ്കിൽ പാരന്റ് സ്ട്രാൻഡ്. നമ്മൾ ഇതിനെ റീഡ് ചെയ്യുവാണ്. ഏത് ഡയറക്ഷനിൽ റീഡ് ചെയ്യും? 3', 5' ഡയറക്ഷനിലാണ്
റീഡ് ചെയ്യുന്നത്. ടെംപ്ലേറ്റ് റീഡ് ചെയ്യുന്ന ഡയറക്ഷൻ ഏതാണ്? 3 പ്രൈം 5 പ്രൈം. അപ്പൊ അവിടുന്ന് പുതിയ DNA ഉണ്ടാകുന്ന ഡയറക്ഷൻ എന്താണ്? 5 പ്രൈം ടു 3 പ്രൈം. ഓർത്തേക്കണം. ടെംപ്ലേറ്റ് റീഡ് ചെയ്യുന്നത് 3 പ്രൈം ടു 5 പ്രൈം ആണ്. ലോജിക്കലി അത് കറക്റ്റ് ആണ് അല്ലെ? ആൻഡ് ഡോട്ടർ സ്ട്രാൻഡ് ഉണ്ടാവുന്ന ഡയറക്ഷൻ ഈസ് 5 പ്രൈം ടു 3 പ്രൈം. ന്യൂലി സിന്തസൈസ്ഡ് സ്ട്രാൻഡ് ഡയറക്ഷൻ ഈസ് 5 പ്രൈം 3 പ്രൈം. കാണാണ്ട് പഠിക്കണ്ട കേട്ടോ, അതൊക്കെ മനസ്സിലാക്കി പഠിച്ചാൽ മതി. കാണാണ്ട് പഠിച്ചാൽ ഉറപ്പായിട്ടും മറന്നു പോവും, ആവശ്യത്തിന് ഉപകരിക്കില്ല. ഓക്കെ, ഞാൻ ആ ബേസ് മുതലാണ് പറയുന്നത്, ഒരു കാര്യം പോലും ഇടയ്ക്കിന്ന് പറയുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ഒരാളെ എടുത്തു വെച്ചല്ലോ, ഹെലിക്കേസിനെ എടുത്തു വെച്ചു അല്ലെ? എന്തിനാണ്? സ്ട്രാൻഡ് സെപ്പറേറ്റ് ചെയ്യാൻ. രണ്ടാമത് നമ്മൾ എടുത്തു വെക്കുന്ന ആളാണ് DNA പോളിമറൈസ്. അവിടുന്ന് നമ്മൾ 2 പോയിന്റ് പറഞ്ഞു. ടെംപ്ലേറ്റിന്റെ ഡയറക്ഷൻ 3 പ്രൈം 5 പ്രൈം, ഡോട്ടർ സ്ട്രാൻഡ് ഡയറക്ഷൻ 5 പ്രൈം 3 പ്രൈം. ഇത്രേ പറഞ്ഞോളൂ. ഈ പോളിമറൈസ് 5 തരത്തിലുണ്ട്. പോളിമറൈസ് എത്ര തരത്തിലുണ്ട്? 5 തരത്തിലുണ്ട്. ഇത് ആരുടെ കേസാണ്? പോളിമറൈസ് ഓഫ് പ്രോകാരിയോട്ട് ആണ്. 5 തരം എന്നൊക്കെ പറയുമ്പോൾ ദാറ്റ് ഈസ് പ്രോകാരിയോട്ട്. പ്രോകാരിയോട്ട് ആണ്. യൂകാരിയോട്ട് നമ്മളിപ്പോ പറയുന്നേ ഇല്ല. 1, 2, 3. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. കുറെ പ്രാവശ്യം PYQ ചോദിച്ചിട്ടുണ്ട്. പോളിമറൈസ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് പോളിമറൈസ് 1 ആണ് അല്ലെ? 2, 3 ഇമ്പോർട്ടന്റ് പോളിമറൈസ് 1 ആണ്. ഏറ്റവും കൂടുതൽ തവണ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് പോളിമറൈസ് 1നെ കുറിച്ചിട്ടാണ്. മെയിൻ പോളിമറൈസ് 3 ആണ്. ഞാനിപ്പോ ഇതെല്ലാം പറയാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം ക്ലാസ് കഴിയുമ്പോൾ പോളിമറൈസ് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കും. അപ്പൊ ഒറ്റ കാര്യം ഓർക്കുക, പോളിമറൈസ് 3 ആണ് ഇവിടുത്തെ മെയിൻ പോളിമറൈസ്. ക്ലാസ് കഴിയുമ്പോൾ ഈ ടേബിൾ പഠിച്ചോളൂ കേട്ടോ. മെയിൻ പോളിമറൈസ് 3 ആണ്. ഓക്കെ, ഇനി പോളിമറൈസ് 1 ഉണ്ട്, പോളിമറൈസ് 2 ഉണ്ട്. 1ന്റെ ഫംഗ്ഷൻ ഞാനിപ്പോ പറയുന്നില്ല, ജസ്റ്റ് ഒന്ന് പറയാം. പ്രൈമർ റിമൂവൽ, അത് മനസ്സിലാത്തവരവിടെ വെച്ചാൽ മതി. നമുക്കത് റെപ്ലിക്കേഷൻ കഴിയുമ്പോൾ തിരിച്ചു വരാം കേട്ടോ. പ്രൈമർ റിമൂവൽ ആണ് പോളിമറൈസ് 1ന്റെ ഫംഗ്ഷൻ. ഞാനതിനെ ഇപ്പൊ ഇലാബറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, റിമൂവൽ ഓഫ് പ്രൈമർ. പോളിമറൈസ് 2 റിപ്പയർ ആണ്. 4ഉം 5ഉം ഓൾസോ റിപ്പയർ ആണ്. എളുപ്പല്ലേ? 3 ആണ് മെയിൻ പോളിമറൈസ്. 1 ആണ് പ്രൈമറിനെ റിമൂവ് ചെയ്യുന്നത്. പ്രൈമർ നമ്മൾ ആഡ് ചെയ്യാത്തതുകൊണ്ടാണ് ഞാനത് എക്സ്പാൻഡ് ചെയ്യാത്തത് കേട്ടോ. പോളിമറൈസ് 2ഉം 4ഉം 5ഉം ഒക്കെ എന്താണ്? റിപ്പയർ എൻസൈമുകളാണ്. ഇത് മാത്രം പഠിക്കുക. ഇപ്പൊ നിങ്ങൾ ഡയറക്ഷനിലേക്ക് ഒന്നും പോവാൻ നിൽക്കണ്ട. നമുക്ക് അതിനെ പറ്റിയിട്ട് റെപ്ലിക്കേഷൻ പറയുമ്പോൾ പറയാം. ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോ ആൾക്കാരെ എടുത്തു വെക്കുന്നേ ഉള്ളൂ. അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് പറയാം. ഇപ്പൊ ഹെലിക്കേസ് ആയി, പോളിമറൈസ് ആയി. ഇനി ഇങ്ങനെയല്ല, നമ്മളോട് ചോദിക്കുവാണ് ഈ DNA റെപ്ലിക്കേഷന്റെ 2 സബ്സ്ട്രേറ്റുകൾ ഏതൊക്കെയാണ്? അക്കോർഡിംഗ് ടു വാട്സൺ ആണ് ഞാൻ ഈ പറയുന്നത്. അക്കോർഡിംഗ് ടു വാട്സൺ, മോളിക്കുലർ ബയോളജിയുടെ ടെക്സ്റ്റ് ബുക്ക് ആണ് വാട്സൺ. ഓക്കെ, അപ്പൊ DNA റെപ്ലിക്കേഷന്റെ സബ്സ്ട്രേറ്റുകൾ അല്ലെങ്കിൽ റോ മെറ്റീരിയൽ എന്താണ് എന്നൊരു ചോദ്യം വന്നാല്, അങ്ങനെ ചോദിക്കാൻ സാധ്യതയില്ല, ഇങ്ങനെ വന്നാല് നമ്മൾ എന്ത് പറയും? 2 കീ സബ്സ്ട്രേറ്റുകളാണ് റെപ്ലിക്കേഷൻ ആയിട്ട് വേണ്ടത്. ഒന്ന് നോക്കിക്കേ, DNTPs വേണം അല്ലെ? DNTPs വേണം. അതായത് നമ്മൾ പറഞ്ഞ ന്യൂക്ലിയോടൈഡ് ഉണ്ടല്ലോ, ഈ ന്യൂക്ലിയോടൈഡ് കൊടുത്താലേ മുത്തുമാല പോലെ കോർക്കാൻ പറ്റുള്ളൂ. ആ ന്യൂക്ലിയോടൈഡുകൾ ഡിയോക്സി ന്യൂക്ലിയോടൈഡ് ഫോസ്ഫേറ്റ് അല്ലെ? ഡിയോക്സി ന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റ് അല്ലെ? അതായത് വരുന്നത് ഇപ്പൊ ഡിയോക്സി ന്യൂക്ലിയോടൈഡ് ട്രൈഫോസ്ഫേറ്റ്. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഒരു ഷുഗർ വേണം അല്ലെ? 3 പ്രൈം OH ഇൻ 2 പ്രൈം അല്ല, OH ഇല്ലല്ലോ, H ഇൻ 2 പ്രൈം 3 പ്രൈമിൽ OH. ഇവിടെ അല്ലെ അഡിനിൻ ആവാം, ഗ്വാനിൻ ആവാം, സൈറ്റോസിൻ ആവാം, ആരെങ്കിലും ആവാം. ഓക്കെ, ആര് വേണമെങ്കിലും അവിടെ ആവാം, തൈമിനൊക്കെ ആവാം. ഇവിടെ ഫോസ്ഫേറ്റ്, ഇവിടെ ട്രൈ ഫോസ്ഫേറ്റ് വേണം അല്ലെ? ഫോസ്ഫേറ്റ് 1, 2, 3 3 പേര് വേണം. അപ്പൊ ATP, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്, ഗ്വാനോസിൻ ട്രൈഫോസ്ഫേറ്റ്, അങ്ങനെയുള്ള ആൾക്കാര് ഇപ്പൊ വേണം, റോ മെറ്റീരിയൽ ആയിട്ട് വേണം. ജോയിൻ ചെയ്യുമ്പോ ഈ 2 അറ്റത്തെ ഫോസ്ഫേറ്റ് പോവേ. ഇപ്പൊ നമ്മൾ പറയുന്നത് റെപ്ലിക്കേഷൻ തുടങ്ങുന്നതിന് മുമ്പാണ്. അന്നേരം ട്രൈഫോസ്ഫേറ്റ് വേണം. സംഭവം മനസ്സിലായോ? അറ്റ്ലീസ്റ്റ് ഡൈഫോസ്ഫേറ്റ് എങ്കിലും വേണം. ആക്ച്വലി അവിടെ എന്ത് വേണം? കറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ അവിടെ ട്രൈഫോസ്ഫേറ്റ് DNTP വേണം. അതായത് പറയുന്ന ഡിയോക്സി ന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റ് തന്നെ വേണം. അതായത് ഇവിടെ 3 ഫോസ്ഫേറ്റ് വേണം. അപ്പോഴേ തെർമോഡൈനാമിക്കലി അത് നടക്കുകയുള്ളൂ. സംഭവം മനസ്സിലായല്ലോ അല്ലെ? അടുത്ത നോക്കിക്കേ, രണ്ടാമത്തെ ആളാണ് ഒരു പ്രൈമർ ടെംപ്ലേറ്റ് ജംഗ്ഷൻ. ഒരു പ്രൈമർ
ടെംപ്ലേറ്റ് ജംഗ്ഷൻ വേണം. എന്താണ് പ്രൈമർ ടെംപ്ലേറ്റ് ജംഗ്ഷൻ? ഈ ന്യൂക്ലിയോടൈഡിന്റെ സ്ട്രക്ചർ ആണ് അല്ല, ഡിയോക്സി ന്യൂക്ലിയോ സൈഡ് ട്രൈഫോസ്ഫേറ്റിന്റെ സ്ട്രക്ചർ ആണ് ഈ കാണിച്ചേക്കുന്നത് കേട്ടോ. ഇതാ ഷുഗർ, നിങ്ങൾക്കറിയാം ഇവിടെ O മാത്രമേ ഉള്ളൂ, ഇവിടെ ആര് വേണമെങ്കിലും ആവാം ബേസ്. ഇതാ ഈ ഷുഗറുമായിട്ട് അടുത്തിരിക്കുന്ന ഈ ഫോസ്ഫേറ്റ് ആണ് ആൽഫ ഫോസ്ഫേറ്റ്. അത് കഴിഞ്ഞ് ബീറ്റ, ഏറ്റവും അകലത്തിൽ നിൽക്കുന്നത് ഗാമ. ഈ പൊസിഷൻ നമുക്ക് വേണം, നമ്മൾ ഇനി ട്രാൻസ്ക്രിപ്ഷൻ പഠിക്കുമ്പോൾ നമുക്കിത് വേണം. അപ്പൊ അതുകൊണ്ട് നോക്കി വെക്കുക, ഷുഗറുമായിട്ട് അടുത്ത ആൽഫ, ദെൻ ബീറ്റ, ഏറ്റവും അറ്റത്ത് ഗാമ ഫോസ്ഫേറ്റ്. മനസ്സിലായല്ലോ അല്ലെ? ഓക്കെ. രണ്ടാമത്തെ സബ്സ്ട്രേറ്റ്, ഒന്നാമത്തെ സബ്സ്ട്രേറ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, DNTP. സെക്കൻഡ് സബ്സ്ട്രേറ്റ് ആണ് ആര്? പ്രൈമർ ടെംപ്ലേറ്റ് ജംഗ്ഷൻ. പ്രൈമർ ടെംപ്ലേറ്റ് ജംഗ്ഷൻ അതായത് നമ്മളിപ്പോ ഒരു വീട് വെക്കുമ്പോ ആദ്യം എന്താ വേണ്ടത്? ഒരു ഫൗണ്ടേഷൻ വേണം, വേണ്ടേ? ഒരു ഫൗണ്ടേഷൻ വേണം. നമ്മൾ ഭിത്തി കെട്ടിപ്പൊക്കുന്നത് മണ്ണിലാണോ? അല്ല. അപ്പം ഒരു ഫൗണ്ടേഷൻ വേണം. അത് തന്നെയാണ് റെപ്ലിക്കേഷനിലും. അവിടെ ഒരു പുതിയ സ്ട്രാൻഡ് ഉണ്ടാവുമ്പോൾ നമുക്കറിയാം, ഒരു ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ഉണ്ട്. പുതിയ ഒരു DNTP കൊണ്ട് വാക്വത്തിൽ ആഡ് ചെയ്യാൻ പറ്റുമോ? അല്ലെ? ഇവിടെ ചുമ്മാ കൊണ്ട് ആഡ് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ ആഡ് ചെയ്ത് പോകാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. അപ്പൊ ആദ്യമേ ഒരു ഫൗണ്ടേഷൻ വേണം. കണ്ടോ? ആദ്യമേ ഒരു ഫൗണ്ടേഷൻ വേണം. ഈ ഫൗണ്ടേഷനെയാണ് നമ്മൾ പ്രൈമർ എന്ന് വിളിക്കുക. പ്രൈമർ എന്ന് വിളിക്കുക. പ്രൈമർ എന്ന് വിളിക്കുക. ഈ ഒരു ഫൗണ്ടേഷനെയാണ് നമ്മൾ പ്രൈമർ എന്ന് വിളിക്കുക. ഈ പ്രൈമറിലേക്കാണ് എന്ത് ചെയ്യുക? ഓരോ മുത്തായിട്ട് നമ്മൾ ന്യൂക്ലിയോടൈഡിനെ ആഡ് ചെയ്ത് പോവുക. ഇങ്ങനെ ആഡ് ചെയ്ത് പോവുക ഈ പ്രൈമറിലേക്കാണ്. കണ്ടോ? അപ്പൊ ഇതാണ് പ്രൈമർ. ഈ കാണുന്നതാണ് പ്രൈമർ. പ്രൈമർ DNA റെപ്ലിക്കേഷനിലെ പ്രൈമർ എന്തായിരിക്കും? നമ്മുടെ സിസ്റ്റത്തിലുള്ളത് RNA പ്രൈമർ ആയിരിക്കും. അപ്പൊ ഒരു RNA ഒരു ചെറിയൊരു സ്ട്രാൻഡ്, ഒലിഗോ ന്യൂക്ലിയോടൈഡ്, 8-10 ന്യൂക്ലിയോടൈഡ് ഒക്കെ ലെങ്ത് ഉള്ള, 8 മുതൽ 10 വരെ ന്യൂക്ലിയോടൈഡ് ലെങ്ത് ഉള്ള ഒരു ഒലിഗോ ന്യൂക്ലിയോടൈഡ് ചെയിനെ ഇവിടെ കൊണ്ടങ്ങോട്ട് ആഡ് ചെയ്ത് വെക്കുന്നു. കണ്ടോ? എന്നിട്ട് ഇവിടേക്ക് നമ്മൾ എന്ത് ചെയ്യും? പുതിയ ന്യൂക്ലിയോടൈഡ്സ് ആഡ് ചെയ്താണ് ഇങ്ങനെ പോകുന്നത്. അപ്പം ഈ പ്രൈമർ ആഡ് ചെയ്ത ഇത്രയും പോർഷൻ എന്താണ്? ഡബിൾ സ്ട്രാൻഡ് ആണ്. കണ്ടോ? ഡബിൾ സ്ട്രാൻഡ് ആണ്. അതേ സമയത്ത് ആഡ് ചെയ്യാത്ത ഈ റീജിയൻ കണ്ടോ? ദിസ് ഇസ് സിംഗിൾ സ്ട്രാൻഡ്. കണ്ടോ? അപ്പൊ ഈ ഒരു ലൊക്കേഷനെയാണ് നമ്മൾ പ്രൈമർ ടെംപ്ലേറ്റ് ജംഗ്ഷൻ. വലിയ സംഭവമൊന്നുമില്ല. ആ പ്രൈമർ ആഡ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു സ്ഥലം, അല്ലെ? അതിനെയാണ് നമ്മൾ പ്രൈമർ ടെംപ്ലേറ്റ് ജംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണല്ലോ, മനസ്സിലായല്ലോ അല്ലെ? അപ്പൊ എന്തിനാണ് പ്രൈമർ? വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ദിസ് പ്രൈമർ? നിങ്ങളിപ്പോ കണ്ടു കാണും, ഇവിടെ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ഉണ്ട്, ഇവിടെ അല്ലെ? ഇവിടെ 5' ഫോസ്ഫേറ്റ്, ഇവിടെ 3', അല്ലെ? അപ്പൊ ഇവിടെ എന്തായിരിക്കും? ഇവിടെ 3' ആയിരിക്കും എക്സ്പോസ്ഡ് ആവുക. അതായത് നിങ്ങൾ ആലോചിക്കേണ്ടത്, റൈബോസ് ഷുഗറിന്റെ ഇത് 2' ആണല്ലോ, ഇത് 3' OH. ഈ 3' OH ഇവിടെ എക്സ്പോസ്ഡ് ആണ്. കണ്ടോ? ഈ 3' OH എന്താണ്? ഒരു ന്യൂക്ലിയോഫൈൽ ആണ്. ഒരു ന്യൂക്ലിയോഫൈൽ ആണ്. ന്യൂക്ലിയോഫൈൽ ആണ്. അപ്പൊ ഇതെന്ത് ചെയ്യും? ഇത് അറ്റാക്ക് ചെയ്യും. ആരെ അറ്റാക്ക് ചെയ്യും? പുതിയതായിട്ട് വരുന്ന രണ്ടാമത്തെ സബ്സ്ട്രേറ്റ് ആയിട്ടുള്ള നമ്മളുടെ ATP അല്ലെങ്കിൽ GTP അല്ലെങ്കിൽ CTP അല്ലെങ്കിൽ TTP യെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പൊ ഇത് ATP ഞാൻ വരയ്ക്കാൻ പോകുന്നത്. ഒരു ഫോസ്ഫേറ്റ്, ആൽഫ ഫോസ്ഫേറ്റ്, ബീറ്റ ഫോസ്ഫേറ്റ്, ഗാമ ഫോസ്ഫേറ്റ്. ഇതിന്റെ ആൽഫ ഫോസ്ഫേറ്റ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഫോസ്ഫേറ്റ് കണ്ടോ? ഇവിടെ പോയിട്ട് അറ്റാക്ക് ചെയ്യും. ഇവിടെ പോയിട്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ ബീറ്റ ഗാമ ഫോസ്ഫേറ്റ് റിലീസ് ആവും. കണ്ടോ? അപ്പൊ OH-ഉം ഈ പറയുന്ന ആൽഫ ഫോസ്ഫേറ്റും തമ്മിൽ ഒരു ബോണ്ട് ഫോം ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ട്. ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ട്. നോക്കിക്കേ, ഞാനിപ്പോ വരച്ച ഫിഗർ ആണ് ഇത്. കണ്ടോ? ഇത് 5' ഫോസ്ഫേറ്റ്, ഇത് ഷുഗറിന്റെ മൂന്നാമത്തെ കാർബണിലെ OH ആണ്, 3' OH. ആ OH എന്ത് ചെയ്യും? ഈ വരുന്ന ഇൻകമിങ് വരുന്ന DNTP-യുടെ ആൽഫ ഫോസ്ഫേറ്റ്, ആദ്യത്തെ ആൽഫ, ഇത് ബീറ്റ, ഇത് ഗാമ, ആൽഫ ഇവിടെ അറ്റാക്ക് ചെയ്യും. അപ്പൊ എന്താ സംഭവിക്കുക? ഓഫ് കോഴ്സ് ആൽഫയും ഈ 3' OH-ലെ അല്ലെ, ഇവര് തമ്മിൽ ഒരു ബോണ്ട് ഫോം ചെയ്യും. ആ ബോണ്ടാണ് ഈ കാണിച്ചേക്കുന്നത്. ഒരു ഫോസ്ഫേറ്റ്, ആൽഫ ഫോസ്ഫേറ്റ് അവിടെ ഉണ്ട്. ദിസ് ബോണ്ട് ഈസ് കോൾഡ് ഫോസ്ഫോഡൈഎസ്റ്റർ ലിങ്കേജ്. ബാക്കി 2 ഫോസ്ഫേറ്റ് പുറത്തേക്ക് പോയി. കണ്ടോ? അപ്പം ഈ ഫോസ്ഫേറ്റ് പൈറോ ഫോസ്ഫേറ്റേസ് എന്താക്കി മാറ്റും? PI ആക്കി മാറ്റും. ഇത് തെർമോഡൈനാമിക് അല്ലെങ്കിൽ ഈ പറയുന്ന ഈ റിയാക്ഷന്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി നടക്കുന്ന റിയാക്ഷൻ ആണ് ഇത്. അത് അവിടെ കിടക്കട്ടെ.
ഈ സംഭവം മനസ്സിലായ? ഫോസ്ഫോ ഡയസ്റ്റർ ലിങ്കേജ് ഇങ്ങനെ ഫോം ചെയ്യും. ഇതാണ് റെപ്ലിക്കേഷനിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. സംഭവം മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? ഇതാണ് ഇതിന്റെ ആ റിയാക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു മോളിക്കുലാർ മെക്കാനിസം എന്ന് പറയുന്നത് ഇതാണ് എന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പൊ വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ദിസ് 3' OH ടു പ്രൊവൈഡ് ദിസ് 3' അല്ല, what is function of this primer to provide this 3' OH അല്ലെ? ഈ 3' OH ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ട് ഫോം ചെയ്യൂ. ബിക്കോസ് ഈ 3' OH ആണ് ഈ ആൽഫ ഫോസ്ഫേറ്റിനെ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പൊ ആ പ്രൈമർ ആണ് 3' OH പ്രൊവൈഡ് ചെയ്യുന്നത്. ആരാണ് 3' OH പ്രൊവൈഡ് ചെയ്യുന്നത്? പ്രൈമർ ആണ് 3' OH പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.